കഴിഞ്ഞ മാസത്തെ പ്രശ്നങ്ങൾ, കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് കൂടുതൽ പിന്നെയും വഴക്കിടാൻ തുടങ്ങും. കപ്പിൾസിന്റെ ഇടയ്ക്ക് എപ്പോഴും കേട്ടുവരുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, വഴക്കുകൾ തുടങ്ങുന്നത് പല കാരണത്തിനാവാം, പക്ഷെ അവസാനം എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്താണെന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതെ, ഒരുപാട് കപ്പിൾസിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് എപ്പോൾ വഴക്കുണ്ടാവുമ്പോഴും അവസാനം ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പിന്നെയും വഴക്കുണ്ടാവുന്നത് എന്നുള്ളത്. അതായത് ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ വഴക്ക് സ്റ്റാർട്ട് ചെയ്തത് ലേറ്റ് ആയി വന്നതിനായിരിക്കാം, വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിനായിരിക്കാം. പക്ഷേ അത് അവസാനം കഴിഞ്ഞ മാസത്തെ പ്രശ്നങ്ങൾ, കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാം എടുത്തിട്ട് കൂടുതൽ പിന്നെയും വഴക്കിടാൻ തുടങ്ങും. പണ്ട് സോൾവ് ചെയ്യാതിരുന്ന തെറ്റിദ്ധാരണകളും ദേഷ്യങ്ങളും ഒക്കെ പുറത്തു വരും. സോ ഈ വഴക്കിൻ്റെ ആക്ച്വൽ കാരണം ഈ ഉണ്ടായ സംഭവമല്ല, പക്ഷെ പണ്ട് സോൾവ് ചെയ്യാതെ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തിരുന്ന ഇമോഷൻസ് ആവാം. സിസ്റ്റംസ് തിയറി പ്രകാരം ഉള്ളൊരു കോൺസെപ്റ്റ് ആണ് ഈ സർക്കുലർ കോസാലിറ്റി. അത് പറയുന്നത് ഈ റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു ലൂപ്പായിട്ടാണ്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു പാർട്ട്ണർ വല്ലാതെ വിഡ്രോൺ ആവും, അതായത് ഒതുങ്ങി മാറിപ്പോവും. അത് മറ്റേ ആളെ കൂടുതൽ ആൻഷ്യസ് ആക്കും, അവോയ്ഡ് ചെയ്യുന്നത് പോലെയും ഇഗ്നോർ ചെയ്യുന്നത് പോലെയും ഒക്കെ ഫീൽ ചെയ്യിപ്പിക്കും. അപ്പോൾ അവർ അതിനോട് റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ശബ്ദം ഉയർത്തിയിട്ടായിരിക്കാം, പക്ഷെ അത് ആദ്യത്തെ ആളെ കൂടുതൽ ഒതുങ്ങി മാറാനാണ് പ്രേരിപ്പിക്കുന്നത്. സോ ഇവിടെ പ്രശ്നം ആദ്യം ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതല്ല, നിങ്ങൾ പിന്നെയും പഴയ ആ ലൂപ്പിലോട്ടാണ് വലിച്ചഴക്കപ്പെടുന്നതെന്നാണ്.